ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിടാറുണ്ട്. ചിലർ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്നു. ചിലർക്കാകട്ടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനാവാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റാതെ ഒരുപാട് വിഷമങ്ങളും മാനസിക സംഘർഷങ്ങളും നേരിടേണ്ടി വരുന്നു. എന്നാൽ ചിലരാകട്ടെ ഒരു ലക്ഷ്യത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു ലക്ഷ്യം സ്ഥാപിച്ചുകൊണ്ട് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകും. എന്നാൽ എല്ലായ്പ്പോഴും തന്നെ സാഹചര്യങ്ങളുമായി എല്ലാവർക്കും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയെന്നു വരില്ല. അതിന് സാമൂഹികമായും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. വ്യത്യസ്ത സാഹചര്യങ്ങളുമായി എത്രമാത്രം ഫലപ്രദമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ഒരാൾക്ക് സാധിക്കുന്നുവോ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഓരോരുത്തരുടെയും ജീവിത വിജയം നിലകൊള്ളുന്നത്. ഔദ്യോഗികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഉന്നതിയിലെത്തിയിട്ടുള്ള പല ആളുകളുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാനാവും. ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും നേരിട്ടുകൊണ്ടാണ് സഹിച്ചുകൊണ്ടാണ് അവരെല്ലാം ഇന്നത്തെ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മാനസിക സംഘർഷങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ കുറിച്ചാണ്. സ്ട്രെസ് മാനേജ്മെന്റ്. ആധുനിക ജീവിതത്തിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് സ്ട്രെസ്. ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ സ്ട്രെസ് എന്ന പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. ചിലർക്ക് സ്ട്രെസ് സ്വയം അതിജീവിക്കാൻ പറ്റും. എന്നാൽ ചിലർക്കാകട്ടെ സ്ട്രെസ് സ്വന്തമായി ഓവർകം ചെയ്യാൻ പറ്റാതെ അവർ വല്ലാത്ത സംഘർഷങ്ങളിൽ ഏർപ്പെടാറുണ്ട്. സ്ട്രെസ് ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ജോബ് സംബന്ധമായിട്ട് പ്രൊമോഷൻ കിട്ടാതിരുന്നാലുള്ള സ്ട്രെസ്, പ്രൊമോഷൻ കിട്ടിയാലുള്ള സ്ട്രെസ്. കാരണം പ്രൊമോഷൻ കിട്ടിയാൽ പ്രൊമോഷനോടൊന്നിച്ച് ട്രാൻസ്ഫറും കൂടെ കിട്ടും. ആ സമയത്ത് വീട് വിട്ട് കുടുംബത്തെ വിട്ട് പോകേണ്ടി വരുന്നു. ട്രാൻസ്ഫർ കിട്ടുമ്പോൾ തന്നെ പുരുഷന്മാരെക്കാൾ കൂടുതലും സ്ത്രീകളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം ഞാൻ ഒരുപാട് വർഷങ്ങൾ 6-7 വർഷങ്ങൾ അത്തരം ഒരു സ്ട്രെസ്സിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. കോഴിക്കോടിൽ നിന്ന് എറണാകുളത്തേക്കും തൃശ്ശൂരിലേക്കും കോട്ടയത്തേക്കും ഒക്കെ എനിക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഞാൻ അനുഭവിച്ചു പോയിട്ടുള്ള ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ സ്ട്രെസ്, അവര് ഇമോഷണലായും കുടുംബത്തെ വിട്ടു പോകുന്നത് കൊണ്ടുള്ള സ്ട്രെസ്, ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെസ്, അവരുടെ സെക്ഷൽ ആയിട്ടുള്ള അവരനുഭവിക്കുന്ന പ്രശ്നങ്ങള്, അതിനു പുറമെ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴുള്ള സ്ട്രെസ്, പ്രസവം കഴിഞ്ഞാലുള്ള സ്ട്രെസ്, അങ്ങനെ ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്. അതിനു പുറമെ നമ്മുടെ കൊറോണ സമയത്തുണ്ടാകുന്ന സ്ട്രെസ്സുകൾ എല്ലാവർക്കും അറിയാം. അതെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. കൂടാതെ പ്രളയം, വരൾച്ച, രോഗങ്ങൾ, അസുഖങ്ങൾ, മരണങ്ങൾ എന്നിവ മൂലം ഓരോരുത്തരും അനുഭവിക്കുന്ന സ്ട്രെസ്സിലൂടെയും ഓരോരുത്തരും കടന്നു പോകുന്നുണ്ട്. എന്നാൽ സ്ട്രെസ് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ്സിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ അത് ഓരോരുത്തരുടെയും നമ്മുടെയൊക്കെ മാനസികമായും ശാരീരികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നല്ല സ്ട്രെസ്സും ഉണ്ട്, മോശം സ്ട്രെസ്സും ഉണ്ട്. ഇപ്പം എക്സാമിനുണ്ടാകുന്ന സ്ട്രെസ് എല്ലാവരും, കുട്ടികളൊക്കെ ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും എക്സാം സമയങ്ങളിൽ അനുഭവിക്കുന്ന സ്ട്രെസ് അത് അല്പസമയത്തേക്ക്, എക്സാം കഴിയുന്നത് വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അത്തരം സ്ട്രെസ്സുകൾ നന്നായിട്ട് പഠിക്കുവാനും പരീക്ഷ നന്നായിട്ട് എഴുതുവാനും നല്ല മാർക്ക് വാങ്ങിക്കുവാനും ഒക്കെ സഹായിക്കുന്നു. ആ സ്ട്രെസ് ഇല്ലെങ്കിൽ മടി പിടിച്ച് എല്ലാവരും ഇരിക്കും. പിന്നെ നന്നായിട്ട് പഠിക്കുവാനോ നല്ല സ്കോർ വാങ്ങിക്കാനൊന്നും ആർക്കും പറ്റില്ല. അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികൾ വെക്കുന്ന ഒരു ഡെഡ്ലൈൻ സ്ട്രെസ് ഉണ്ട്. ആ ഡെഡ്ലൈൻ സ്ട്രെസ് ഉള്ളത് കൊണ്ട് ആ ജോലി ഒരു ദിവസത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുവാന് എംപ്ലോയീസിന് സാധിക്കും. അത് അവർക്ക് നല്ല ഒരു പ്രേരണയായിരിക്കും. അത്
അതുപോലെ തന്നെ അക്യൂട്ട് സ്ട്രെസ് ഉണ്ട്, ക്രോണിക് സ്ട്രെസ് ഉണ്ട്. അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സാണ് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മൾ ഒരു നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു സർപ്പത്തെ കാണുന്നു. ആ സമയത്ത് നമ്മളുടെ ശരീരം വിയർക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, ആകെ കൂടെ ഒരു വല്ലാത്ത സംഘർഷത്തിലൂടെ നമ്മൾ കടന്നു പോകും. കുറച്ച് സമയം കഴിഞ്ഞ് അത് അങ്ങ് പോയാല്, സർപ്പങ്ങ് പാമ്പങ്ങ് പോയി കഴിഞ്ഞാല് നമ്മുടെ ആ സ്ട്രെസ് അങ്ങ് റിലീസാകും. അതാണ് അക്യൂട്ട് സ്ട്രെസ്. കുറച്ച് സമയത്തേക്ക് മാത്രം നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സാണ് അക്യൂട്ട് സ്ട്രെസ്. പിന്നെ ക്രോണിക് സ്ട്രെസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ദീർഘകാലത്തെ കുറച്ചു കാലത്തേക്ക് കൊല്ലങ്ങളോളം ചിലപ്പോൾ അത് നീണ്ടു നിൽക്കും. ഇപ്പം MBBS-നാണെങ്കിലും എഞ്ചിനീയറിംഗിനാണെങ്കിലും അതല്ലെങ്കിൽ +2-ന് ഇഷ്ടപ്പെടാത്ത ഒരു വിഷയം കുട്ടികളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചാല് അവര് അത് പഠിക്കുമ്പോഴുള്ള ആ കൊല്ലങ്ങളോളം 2 വർഷമാണെങ്കിലും 3 വർഷമാണെങ്കിലും 4 വർഷമാണെങ്കിലും ആ വർഷങ്ങളോളം അവരനുഭവിക്കുന്ന ആ സ്ട്രെസ്, അതാണ് ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ചില രോഗങ്ങൾ വന്നാലും നമ്മൾ ആ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് ആ സബ്ജക്ട് ബ്രേക്ക് ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. അതാണ് ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആരോഗ്യത്തെ, അതായത് അമിതവണ്ണം, സ്ഥിരമായി ഉണ്ടാകുന്ന സ്ട്രെസ് അമിതവണ്ണം ഉണ്ടാക്കും, പ്രമേഹം ഉണ്ടാക്കും, ക്യാൻസർ ഉണ്ടാക്കും, ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു. കൂടാതെ മാനസികമായ അസ്വസ്ഥതകളെ, ആൻസൈറ്റി, ഡിപ്രഷൻ ഇതെല്ലാം ഉണ്ടാക്കുന്നു. അതുകൂടാതെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തന്നെ ഇതുമൂലം കുറയാനിടയുണ്ട്. എന്താണ് ഈ സ്ട്രെസ്? നോക്കാം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു പ്രത്യേക കാര്യത്തോട് പ്രതികരിക്കുമ്പോഴോ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു സംഭവത്തെ അഭിമുഖീകരിക്കുമ്പോഴോ ശാരീരികമായും മാനസികമായും വൈകാരികമായും ഉണ്ടാവുന്ന വ്യതിയാനമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ്സിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിരാശയുണ്ടാകുന്നു, കരച്ചിലുണ്ടാകുന്നു, ആകുലതയുണ്ടാകുന്നു, നമ്മുടെ മനസ്സിനെ സ്വസ്ഥമായിരിക്കാൻ പറ്റില്ല, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. എപ്പോഴും അസ്വസ്ഥമായ ഒരു മനസ്സായിരിക്കും സ്ട്രെസ് ഉള്ളവർക്കുണ്ടായിരിക്കുക. ചിലര് കൂടുതൽ ഭക്ഷണം കഴിക്കും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, ചിലരാകട്ടെ തീരെ ഭക്ഷണം കഴിക്കൂല, ഉറക്കക്കുറവുണ്ടാകും, ചിലര് കൂടുതൽ സമയവും കിടപ്പിൽ തന്നെ ആയിരിക്കും. പിന്നെ ആണെങ്കിൽ ശരീരവേദന ഉണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു, നീർക്കെട്ടുണ്ടാകും, മുടി കൊഴിച്ചിലുണ്ടാകും. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും നമ്മൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകാറുണ്ട്. ഹൗ ടു റെഡ്യൂസ് സ്ട്രെസ്? സ്ട്രെസ്സിനെ എങ്ങനെ ഒഴിവാക്കാം? നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. ഒന്നാമതായിട്ട് ആരോഗ്യകരമായ ഭക്ഷണം. ഇപ്പൊ കുടുംബത്തിൽ നിന്നും പുറത്തു പോയിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഹോട്ടൽ ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഒക്കെയാണ് കഴിക്കാറ്. അത് ശരീരത്തിന് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്ക് പോകും, ആരോഗ്യത്തിന് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പം നല്ല ഭക്ഷണം, പച്ചക്കറികളും പിന്നെ വെണ്ട, ചീര, മുരിങ്ങ അതുപോലുള്ള പച്ചക്കറികൾ കഴിക്കാൻ ശ്രമിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കാം, ചായ, കാപ്പി ഇവ കൺട്രോൾ ചെയ്യാം, പുകവലി, മദ്യപാനം, പുകയില ഇതെല്ലാം കുറച്ചാല് സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ആരോഗ്യകരമായ ഉറക്കമാണ് രണ്ടാമത്തത്. ഉറക്കം പലപ്പോഴും എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ്. 6-8 മണിക്കൂർ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുകയാണെങ്കിൽ സ്ട്രെസ്സിനെ ഒഴിവാക്കാം. കാരണം രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ശരീരത്തിലെ മെലറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനം നടക്കുന്നത്. ആ മെലറ്റോണിൻ ആണ് നമ്മുടെ മാനസികമായും ശാരീരികമായും എനർജറ്റിക് ആയിട്ട് ശരിയായ രീതിയിൽ, ഒരേ രീതിയിൽ ശരീരത്തെയും മനസ്സിനെയും പ്രവർത്തിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പം ശരിയായ ഉറക്കം കിട്ടിയില്ലെങ്കിലും നമുക്ക് സ്ട്രെസ്സിലൂടെ കടന്നു പോകാം. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം, കുടുംബക്കാരുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം. മനസ്സിൽ എന്തെങ്കിലും അസ്വസ്ഥമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കുടുംബക്കാരുമായിട്ട് ചർച്ച ചെയ്യുക. നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. ഒന്നും തുറന്ന് സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് കൂടാൻ ഇടയുണ്ട്. പിന്നെ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കുട്ടികളോടൊന്നിച്ച് കളിക്കുന്നതാണ്. കുട്ടികളോടൊന്നിച്ച് കളിച്ചും ചിരിച്ചും സമയം ചെലവഴിക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ് ഒഴിഞ്ഞു പോകാനിടയുണ്ട്.
പിന്നെ മറ്റൊന്നാണ് ബ്രീതിങ്. ബ്രീതിങ് പലപ്പോഴും ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പലരും ബ്രീതിങ്ങിൽ ശ്രദ്ധിക്കാറില്ല. നമ്മൾ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ഒന്ന് ബ്രീതിങ്ങിൽ ശ്രദ്ധിച്ച് ഒന്ന് സ്വസ്ഥായിട്ടിരുന്ന് ഒരു 3-4 തവണ അല്ലെങ്കിൽ 5-10 തവണ നമ്മൾ ദീർഘമായിട്ട് ശ്വാസം എടുത്ത് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ട് ബ്രീതിങ്ങിൽ മാത്രം ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ സ്ട്രെസ് കുറെയൊക്കെ ഒഴിവാക്കാനും ടെൻഷൻ ഒഴിവാക്കാനും ഒക്കെ പറ്റും. പിന്നെ വിനോദങ്ങളിൽ ഏർപ്പെടാം. ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെട്ടാലും സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. വായന നല്ലൊരു സ്ട്രെസ് കുറയ്ക്കാൻ പറ്റിയ ഒരു ടൂളാണ്. ഗാർഡനിങ്ങിൽ ഏർപ്പെടാം, വാട്ടറിങ് നനച്ചു കൊടുക്കുക. അതല്ലാതെ എന്തെങ്കിലും ഗെയിമുകളിൽ ഏർപ്പെടാം. നല്ല നല്ല ഗെയിമുകളിൽ ഏർപ്പെട്ടാലും സ്ട്രെസ്സിനെ കുറച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റും. മറ്റൊന്ന് യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്ന സാധനമാണ്. മറ്റൊന്നാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എടുക്കുക എന്നുള്ളത്. അതായത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന് പിന്നെ വളരെയധികം പ്രാധാന്യമുണ്ട് സ്ട്രെസ് കുറയ്ക്കുന്നതിന്. നമ്മൾ മനസ്സറിഞ്ഞ് ഒരു കാര്യം ചെയ്യുക, അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പൂർണ്ണമായ മനസ്സോടെ അറിഞ്ഞുകൊണ്ട് അതിനെ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറ്? രാവിലെ ചായ കുടിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടാണോ നിങ്ങൾ ചായ കഴിക്കാറ്? ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് തിന്നുന്ന സമയത്ത് എങ്ങനെയാണോ ടേസ്റ്റ് അറിയാറുണ്ടോ? അപ്പൊ ചായ കുടിക്കുന്ന സമയത്താണെങ്കിൽ ഓരോ സിപ്പും അറിഞ്ഞുകൊണ്ട് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ടൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ കഴിക്കാം. അതുപോലെ കുളിക്കുകയാണെങ്കിൽ ഓരോ ശരീരഭാഗങ്ങളും സോപ്പ് തേക്കുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ട് അത് ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യാം. അതൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാം. സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. അതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സ്ട്രെസ് ഇല്ലാത്തതായിട്ട് നമുക്ക് സൈക്കോട്ടിക് ആയിട്ടുള്ള ആളുകളെ മാത്രമേ സ്ട്രെസ് ഇല്ലാത്തതായിട്ട് കാണുള്ളൂ. ഇപ്പൊ കൂടുതലായിട്ട് സ്ട്രെസ് ചിലർക്ക് ഓരോരുത്തരും വ്യത്യസ്തരാണ്. ചില ആളുകൾക്ക് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ പറ്റും. അവര് സ്വയം കൺട്രോൾ ചെയ്ത് സ്ട്രെസ്സിനെ കുറയ്ക്കും. എന്നാൽ ചിലർക്ക് അതിനെ കുറയ്ക്കാൻ പറ്റില്ല. ചിലർക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കും, എന്നാൽ അവർക്ക് അതെങ്ങനെ കുറയ്ക്കണമെന്ന് അതവർക്ക് അറിയില്ല. ആ സമയത്ത് അവര് പിന്നെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെയോ കാണാൻ ശ്രമിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ സ്ട്രെസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അവരുടെ ശാരീരികാരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും അത് ശരിക്കും ബാധിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താണ് ജോബ് സ്ട്രെസ് എന്നും അവ എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നും വിശദമായിട്ട് കാണാം. താങ്ക് യു.